പെട്ടു. അവിടേക്ക് അവിടേക്ക് പെടും. എവിടെ കയറിടാനാ? അയാളാ പിടിക്കായിരിക്കും ആ കമ്പല്. ഇല്ല, അതിലും കിട്ടിയില്ലേ? കിട്ടിയില്ലേ? അയാൾ അവിടെ ചാടിയതല്ലേ? അവിടുന്ന് സ്ലിപ്പായി പോയതല്ലേ? അല്ല, ഒഴുക്കപ്പെട്ടല്ലേ? അമ്പരപ്പിക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. പോത്തുകലിൽ രക്ഷാപ്രവർത്തനത്തിന് എത്തിയ ആൾ ആ ഒഴുക്കിൽപ്പെട്ടു പോയി. ഒഴുക്കിൽപ്പെട്ടുപോയതാണ് അദ്ദേഹം. ആ മരക്കരുത്തുകൊണ്ടും കയറ് കെട്ടാൻ വേണ്ടി നീന്തിപ്പോയ ആളാണ് ഇത്തരത്തിൽ വെള്ളത്തിലകപ്പെട്ടു പോയത്. അങ്ങനെ വൈദഗ്ധ്യമുള്ളത് കൊണ്ടും ഈ വെള്ളത്തിന്റെ ഒഴുക്കൊക്കെ മുൻപും അറിഞ്ഞിട്ടുള്ള ഒരാളെന്ന് മനസ്സിലാക്കിയിരിക്കണം നമ്മൾ. ആ രീതിയിൽ അതുകൊണ്ട് അദ്ദേഹത്തിന് ആ വൈദഗ്ധ്യം ഉപയോഗിച്ച് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ കഴിഞ്ഞു. അങ്ങനെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ദൃശ്യം. ആ ജീവിതത്തിലേക്ക് അദ്ദേഹം തിരികെ എത്തുന്നു. വളരെ സാഹസികമായിട്ട് തന്നെ അദ്ദേഹത്തിന് കരയിലേക്ക് കയറാൻ കഴിഞ്ഞു. അതൊരു ഭാഗ്യമാണ്. ഇതും ഒരു ദൃശ്യമായി ഈ ദുരന്ത ഭൂമിയിൽ തന്നെ നമുക്ക് ലഭ്യമാവുകയാണ്. അങ്ങനെ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുന്ന ഓരോ മനുഷ്യരും അവരുടെ കൂടി ജീവൻ പണയപ്പെടുത്തിയാണ് ഈ ദുരന്ത മുഖത്ത് കൈകോർത്ത് നിൽക്കുന്നത് എന്നുകൂടി പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുകയാണ്. അവിടേക്ക് അവിടേക്ക് പെടും. എവിടെ കയറിടാനാ? സി കെ വിജയൻ അത് കണ്ട വ്യക്തിയാണ്. സി കെ വിജയൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സി കെ, അത്യന്തം ദുഷ്കരമായ ഒരു ദൗത്യത്തിൽ പങ്കെടുത്ത ഒരാൾ, അയാൾക്ക് ഇടയ്ക്ക് പറ്റിയ ഒരു അപകടം, ആ അപകടത്തിൽ അദ്ദേഹത്തിന് തന്നെ കയറ് കെട്ടുന്നതിനിടയിൽ അദ്ദേഹം വഴുതി പോവുകയായിരുന്നു. പിന്നീട് അദ്ദേഹം നീന്തി കരയ്ക്ക് കയറുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഈ പോത്തുകല്ല് ഭാഗം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഒരുപാട് മൃതദേഹങ്ങൾ കൂടി വന്ന് അടിഞ്ഞ ഒരു പ്രദേശം കൂടിയാണ്. എന്താണ് സി കെ കണ്ടതും പിന്നീട് അവിടെ ഇപ്പോൾ നടക്കുന്ന മറ്റ് പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങൾ കൂടി? എന്നത് എത്രമാത്രം ദുഷ്കരമാണ് എന്നതിന് ഇതിൽ കൂടുതൽ ഒരു തെളിവ് നമുക്ക് പ്രത്യക്ഷത്തിൽ നൽകാൻ സാധ്യമല്ല. അത് അവിടെ നിൽക്കട്ടെ. പക്ഷേ എങ്കിൽ കൂടിയും അത്തരം ആൾക്കാരാണ് ഇപ്പോൾ ഈ പ്രവർത്തനം നടത്തുന്നത്. അവരവരുടെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാതെ, മറ്റുള്ളവരുടെ ജീവന് അവരുടെ വേദനയ്ക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് രാവും പകലുമില്ലാതെ, മഴയെന്നോ വെയിലെന്നോ ഇല്ലാതെ, ഒഴുക്കെന്നോ വെള്ളപ്പൊക്കമെന്നോ അപകടമെന്നോ ഒന്നും തന്നെ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരിലെ രണ്ടുപേരെയാണ് ഇപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. അത് ഈ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിന് ഏതാണ്ട് ഒരു 4 കിലോമീറ്റർ താഴെ ഭാഗത്ത് ഈ പോത്തുകല്ല് പുഴ അതിശക്തമായി കുത്തി ഒഴുകി വരുന്ന ഒരു പ്രദേശമുണ്ട്. അത് ഏതാണ്ട് അകലം ഒരു 50 മീറ്ററിൽ അത്ര മാത്രമേ ആ ഭാഗത്ത് ഉള്ളൂ. പക്ഷേ ഈ ഭാഗം മുറിച്ചു കടക്കുക ഒരു തരത്തിലും സാധ്യമല്ല. തുണി കൊണ്ടുപോകാൻ പറ്റില്ല, ആൾക്കാർക്ക് നീന്തി കടക്കാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ മൃതദേഹങ്ങൾ കണ്ടെത്തി എന്ന വിവരം വരുന്നതും ആ മൃതദേഹം തിരിച്ചിപ്പുറത്തെ കരയ്ക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതും. ഇതിനു വേണ്ടി കയറ് കൊണ്ടുവന്ന്, പ്ലാസ്റ്റിക്കിന് വലിയ കയറ് കൊണ്ടുവന്ന് മറുഭാഗത്തേക്ക് എറിഞ്ഞു കൊടുക്കുകയും ആ എറിഞ്ഞു കൊടുത്ത കയർ കെട്ടിയതിനു ശേഷം അതിലൂടെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തിയത്. എന്നാൽ ഈ കയർ മറുഭാഗത്തേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് ഇദ്ദേഹം ഒഴുക്കിൽപ്പെടുന്നത്. ആരാണെന്ന് നമ്മൾക്ക് പ്രത്യക്ഷത്തിൽ അറിയില്ല. ഞങ്ങളുടെ മുന്നിലൂടെ അല്പസമയം മുൻപ് നടന്നുപോയ ഒരു വ്യക്തിയാണ്. അയാളും അയാളുടെ ഒരു കൂട്ടുകാരനുമായിരുന്നു. അവർ ഈ പുഴയിലേക്ക്, ഈ ഒഴുക്കിലേക്ക് എടുത്ത് ചാടുന്നത് ഞങ്ങൾ കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് ദൂരം, ഏതാണ്ട് ഒരു 10 മീറ്ററോളം ദൂരം അയാൾ കഷ്ടിച്ച് നീന്തുന്നു. പെട്ടെന്ന് അയാൾ ഒഴുക്കിൽപ്പെടുന്നു. ഒഴുക്കിൽപ്പെട്ട അയാൾ കുത്തി ഒഴുകി പോവുകയാണ് നമ്മുടെ കൺമുന്നിൽ വെച്ച്. ഏതെങ്കിലും ഒരു കരയുടെ ഭാഗത്ത് അദ്ദേഹത്തിന് പിടിക്കാൻ കിട്ടും എന്ന പ്രതീക്ഷയായിരുന്നു ആദ്യമൊക്കെ. പക്ഷേ അത് ഒഴുകി പിന്നെയും വീണ്ടും ഒഴുകി അയാൾ കരയുടെ ഭാഗത്തേക്ക് തന്നെ പോവുകയാണ്. ഒഴുക്കിൽ പെട്ട് ആവുന്നതും നീന്തി കരയിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ അയാൾ ഒഴുക്കിൽപ്പെടുകയാണ്. നമ്മളുടെ ഉള്ളു പിടയുന്നു. കാരണം നമ്മൾ മറ്റൊരു ദുരന്തം ഇനിയും കാണാതിരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, അയാളുടെ മനസാന്നിധ്യം എന്നുകൊണ്ട് പറയട്ടെ, അയാളുടെ മനക്കരുത്ത് കൊണ്ട് എന്ന് പറയട്ടെ, അയാളുടെ പരിചയം കൊണ്ട് എന്ന് പറയട്ടെ,
പറയാം നമുക്ക് അദ്ദേഹം ഒരു മൺതിട്ടയിൽ പിടിച്ച് അയാൾ പതുക്കെ ആ കരയിലേക്ക് കയറി പോവുകയും ചെയ്തു. അങ്ങനെ അപ്പോഴാണ് നമ്മൾക്കും കൂടെ നിൽക്കുന്ന ആൾക്കാർക്കും എല്ലാം തന്നെ ആശ്വാസമായത്. പക്ഷേ ഇത്തരത്തിൽ ഇതിൽ ഇവരുടെ സാഹസികമായി ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത് എന്നാണ് അവർ നമ്മളെ അറിയിക്കുന്നത്. ഒരു മൃതദേഹം കണ്ടെത്തി കഴിഞ്ഞാൽ അത് കൊണ്ടുവരുന്നത് ഒരുപക്ഷെ ഇതിലപ്പുറവും സാഹസികമായി കണ്ടാണ് അവർ ചെയ്യുന്നത്. ഒരാളെ രക്ഷിക്കാൻ വേണ്ടി അവർ നടത്തുന്ന ശ്രമങ്ങളും ഇതിന് സമാനമായി തന്നെയാണ്. അതുകൊണ്ട് മനുഷ്യൻ എന്നത് എത്ര മഹത്തായ പദം, എത്ര വലിയ പദം എന്ന് നമ്മുടെ കൺമുൻപിൽ ഒന്നുകൂടി മനുഷ്യൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്.